ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കക്കാടംപൊയിലേക്കാണ് പോയിക്കൊണ്ട്. കക്കാടംപൊയില് നല്ല വൈബ് അടിപൊളി ഏരിയ ഉണ്ട്. അത് കാണാൻ വേണ്ടി നമ്മളെ കൂട്ടുകാരൻ മുജീബ് ഇരിക്കുന്നതാ. ഓന്റെ നിർദ്ദേശപ്രകാരം നമ്മളിന്ന് കക്കാടംപൊയിലേക്കാണ് യാത്ര. കക്കാടംപൊയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വൈബാണ്. വൈബ് എന്ന് പറഞ്ഞാൽ വല്ലജാതി വൈബ്. അപ്പം ഇന്ന് കാണാൻ പോണേ എല്ലാവരും നമ്മളെ യൂട്യൂബ് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. വല്ലാത്ത ജാതി നമ്മളെ മലയാളി ബാക്കിലുണ്ട്. മലയാളി കല്ലെടുത്ത ആയി കൊടുക്കട അയ്യോ വല്ലാത്ത ജാതി. അപ്പൊ എന്താ വെച്ചാല് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഏരിയ ആണെന്ന് പറഞ്ഞു കേട്ടത്. മലപ്പുറം ജില്ലയിലാണ്. കീശ്ശേരി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഏരിയ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി ഏരിയ. അപ്പൊ എന്താ വെച്ചാല് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം. നമ്മളെ യൂട്യൂബ് ചാനല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവരും സ്റ്റാറ്റസ് ചെയ്ത് എൻജോയ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. എത്ര കിലോമീറ്റർ ഉണ്ട്? 10 കിലോമീറ്റർ കേട്ടോ. 10 കിലോമീറ്റർ നല്ല ഏരിയ കേട്ടോ. നല്ല മലേരിയ നല്ല റബ്ബറിന്റെ തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഏരിയ ആണ് പോയിക്കൊണ്ടിരിക്കണേ. കുറഞ്ഞ 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഈ പോണ ഭാഗത്തൊക്കെ നല്ല രസമുള്ള ഏരിയകളാട്ടോ. കാണാൻ പറ്റിയ നല്ലൊരു ഏരിയകളും വല്ലാത്തൊരു ഏരിയ കേട്ടാ. നമ്മള് കക്കാടംപൊയിലേക്ക് എത്തിയിട്ടില്ല. നല്ല അടിപൊളി വൈബ് എന്ന് പറഞ്ഞാലും വേണ്ടില്ല. ഏതാ സ്ഥാനം എന്നറിയാം. ഇത് കണ്ടോളി മക്കളെ. നല്ല ഏരിയ. കക്കാടംപൊയിലേക്ക് എത്തണ മുമ്പുള്ള ഏരിയ കേട്ടാ. വയ്യിൽ അവിടെ നിർത്തുക, അവിടെ ആ പാലത്തിനവിടെ നിർത്തുക, ഇറങ്ങിയിട്ട് കാണുക. നല്ല ഏരിയ ആണ്. നല്ല ഏരിയ. മാണിക്കല്ലാതെ വല്ലാത്തൊരു വൈബാണ്. പിന്നെ കക്കാടംപൊയിലേക്ക് പോണ ഏരിയയില് പാലത്തിനോടെ അങ്ങനെ പോണ പോക്കിൽ പാലുണ്ട്. ആ പാലത്തിനോടെ നിർത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഇതൊക്കെടാ വല്ലാത്ത ജാതി വൈബ്. ഇതെടുക്കണ ക്യാമറ പൊട്ടാ. ഏതാ ഏരിയ നോക്കിയാല് കൊട വല്ലാത്ത ജാതി. നല്ല കുളിരുള്ള വെള്ളം, തണുത്ത വെള്ളം. പെരുന്നോട് ഇതാ കക്കാടംപൊയിലൊക്കെ പെരുന്നോട് നേരെ ഇവിടെ ഈ സ്പോട്ടിൽ ഇറങ്ങുക. എന്നിട്ട് കയറി നേരെ കണ്ടാല് അടിപൊളി ഏരിയ. നല്ല അടിപൊളി ഏരിയ. ഇതൊക്കെ ഈ പാനി അച്ഛ പാനിക്ക് പീരൊക്കെ പാനി. ഏതാ കുളിര് അറിയാം. തണുത്ത വെള്ളമാണ്. അച്ഛ വരെ പാനി. എന്നിട്ട് ഏതാ കുളി, തണുത്ത വെള്ളം. നല്ല സ്പോട്ട് കേട്ടാ. നല്ല കുട്ടികളൊക്കെ വരുന്ന അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തമർത്തി പോവാം. ഭയങ്കര തിപ്പ. അത് കൂട്ടോ മുഖരും മുക്കിൽ മയ്യത്ത് അങ്ങോട്ട് അയക്കേണ്ടി വരുമോ? ഇതൊരു കേക്കട്ടെ. അപ്പോൾ നമ്മൾ വണ്ടിയോടെ നിർത്തിയിട്ട് നേരെ പോന്നതിന് ശേഷം അങ്ങോട്ട് പോയ അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. ഇങ്ങോട്ട് പോയ പാർക്കാണ് നടക്കും. അപ്പോൾ നമ്മൾ ആദ്യം പാർക്കിലോട്ടാണ് പോകാൻ നിൽക്കുന്നത്. അതിന് മുമ്പ് നല്ലൊരു ചായ കുടിക്കാം. ഈ ഏട്ടനോട് ചോദിച്ചാൽ മതി. ഏട്ടൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഇതെന്ത് കടയാ? മുട്ട ബജി, സമൂസ, കോയിൻ്റെ കാല്. അരക്കോളല്ലടാ. വല്ലാത്ത ജാതി. ഇത് കക്കാടംപൊയിലേക്ക് इंडिया गाँव किधर है? आसाम. अच्छा वाला आदमी है. बड़ा मोटा है. छोटा बड़ा है. छोटा
ഇങ്ങോട്ട് കയറി പോകുന്ന നല്ല അടിപൊളി ഏരിയകളാട്ടോ. നിങ്ങൾ ഇത് കയറാ നിങ്ങളോட സ്ഥലം ആസാം, ഫുൾ ആസാം ഏരിയ. ഏയ് മുട്ട തിന്നുമ്പോ ഇങ്ങനെ കുത്തിയിട്ട് കഴിക്കാം. കുട്ടി നല്ല മുട്ട നല്ല മുട്ട ഉള്ളോ സ്ട്രോങ് ചെല്ലടി. ഓ ഗൾഫിൽ നിന്ന് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ സ്ട്രോങ് ചായതാ നല്ല നല്ല അടിപൊളി സ്ട്രോങ് ചായ. നല്ല ചായ കേട്ടാ, അടിപൊളി ചായയാണ്. തണുത്ത കാറ്റും അടിപൊളി ചായ. എന്ന് കട്ടം കുടിച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തില് പാല് പറ്റൂല. ഓ മൂട അച്ചേക്കാണ് മുങ്ങി അല്ലാത്ത ജാതി അല്ല. ഈ 10 മൂട എടുക്കാ ഇത് എന്താ ചങ്ങായ ഇത് വണ്ടി എടുക്കലടാ, വളിട്ടാണ് എപ്പാക്കത്. ഓ ഒരു മൂട നിറച്ച് തൊള്ളിയില് കുഞ്ചി മറ്റേ നാടൻ കോഴിയല്ലത്. 10 മുട്ട പയൻ തിന്ന് തീർത്തു. കാടൻ മുട്ട 10 വാങ്ങിയില്ലേ, 10 ഓൻ തിന്ന് തീർത്തു. ഇത് പൂന്നറിയാത്ത ചെന്നത് ഇവിടുന്ന് മറ്റേ ഇതിനവിടെ മുട ഏതാണ് കാടമുട അല്ല താറാമുട്ട കണ്ടാ നിന്നത് മുയിങ്ങി കിട്ടും. മറ്റേ ഇത് ഇപ്പൊ പൊട്ടാമാസം മുയിങ്ങണ വരെ മുയിങ്ങി അക്കിഞ്ഞതാണ്ടി ഇതാണ്ട് മതിയാ. അല്ല 10 കാടമുട്ട 2 നാടൻമുട്ട. നാടൻമുട്ട കടിച്ച് കോയിമുട്ട നാടൻമുട്ട കോയിമുട്ട. പിന്നെ 3 ഒരു അരക്കട്ടൻ 2 ചായ ട്രൈ 120. അല്ലാ 120 ചായ കിട്ടാ കൊടുത്തോളാ. എൻ്റെ പൈസ കിട്ടാ. ഞാൻ നിറച്ച് കായാണ് മലയാളി കൊടുത്ത്. എത്ര 120 ആണ്. ഞാൻ 20 എത്തണ്ടേ നിറച്ചും കായ്. ഓ ഈസിലി കായ് കായ് എടുക്കല അറിയില്ല ഈ സ്നേഹം. പോവാ അപ്പൊ ശരി. അല്ല ഹലോ ജിയാ ഇജ്ജ് മുട്ട നിങ്ങണ്ട് കജ്ജാക്കില്ല. ഇപ്പൊ മുട്ട തിന്നതിനെ സെക്കാണ് അതിന് മുമ്പ് കജ്ജാക്കില്ല ജെ. എന്ത് കൈ ഭക്ഷണം കഴിക്കണമല്ലോ ജിയ കയ്യെ കണ്ടിത് തിന്നിന ശേഷം അങ്ങനെ കയ്യേക്കല്ലേ. ഇജിപ്പോ അതൊക്കെ കുഴച്ചു തന്നത് അതിനാ മൂടെ ക്ലിമ്പിക്കാണ് തൊള്ളി കിട്ടിക്കല്ലേ. ചോറ് വെച്ചിട്ട് മുട്ട. നമ്മളിതാ കോയിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടുണ്ട്. നമ്മളെ ചങ്കാള ഐസ്ക്രീം എന്നാണ് ഐസ്ക്രീം. 80 റുപ്യേൻ്റെ ഒപ്പില്ല 80 റുപ്യേൻ്റെ ഒപ്പുണ്ടോ സാധനം? ഒപ്പുണ്ടല്ലോ. ആ ചെറുക്കാൻ നല്ല കച്ചവടം കേട്ടോ. കടലാസിനെ കനം വെച്ച് കണ്ടാണെന്നുണ്ടെങ്കിൽ ഇതെന്താ പേരറിയോ? ഇത് സ്പെഷ്യൽ ഐറ്റം പേരിട്ട് ഉരുപ്പിട്ടാ വെട്ടാണ്. അടിപൊളി ഐസ്ക്രീം ചക്ക ചക്ക. ആ ചെറുക്കനാടാ. ആ ചെറുക്കൻ അടിപൊളി മൊഞ്ചനും കുഞ്ചനുമാണ്. 80 റുപ്യാണ് വില പറഞ്ഞത്. കുറച്ച് ഏറുണ്ട് നമുക്ക് സംശയമുണ്ട്. വേങ്ങരക്കാരെന്ന് പറഞ്ഞാണ്ടാണ് 80 റുപ്യ തന്നെ. മലപ്പുറക്കാര് ഒരു പൈസക്കാരാണ്. ജില്ലതാ മലപ്പുറം ജില്ല. ഇവിടെ കോഴിക്കോട് അല്ല പ്രിയങ്കാതിരി കാണുന്നുണ്ടല്ലോ അവിടെ. ഈ മലന്റെ അപ്പുറം വയനാടാ. ഇതെന്താ ഇത് മലപ്പുറം? കോഴിക്കോട് ഇത് മലപ്പുറം. എന്നാലും മലപ്പുറക്കാർക്ക് ഈ വില ഇടാൻ പാടില്ല. നിലമ്പൂർ നോർത്ത്. നിങ്ങള് വേങ്ങരക്കാരല്ലേ? അല്ല ഇലക്ഷൻ കണ്ടേനാ നാളെ സെറ്റ് നല്ല രസം കേട്ടാ. അടിപൊളിയാ. എടുത്തോ 100 മീറ്റർ നടക്കണേ. അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുക, നേരെ പോരാ. നല്ല രസമുള്ള ഏരിയ കേട്ടാ. മലപ്പുറം ജില്ലയാണ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരതാ എജ്ജാതി ഏരിയ. നല്ലൊരു ചെറിയൊരു ഒരു മൈമൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്, എന്നാലും നല്ല രസമുണ്ട്. ചെറിയൊരു തണുപ്പ് കുളിരുണ്ട് കേട്ടോ. ഐസ്ക്രീം നിന്നിങ്ങനെ പോരാ, നല്ല അടിപൊളിയാണ്. ടിക്കറ്റ് കൊണ്ട് ഒരാൾക്ക് 40 റുപ്യ. ഗൂഗിൾ പേ ഫോൺ പേ ചെയ്യണം.
അല്ലാതെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. പൈസ കൊടുത്ത് അവർ നടക്കൂല പറഞ്ഞത്. ഇവിടെ ഒറ്റ ഒരു ആറ്റാ കാട്ടാന്ന് ഏറ്റിയൂല. അതിൽ അപ്പോൾ ഒരു വൈഫൈ ഉണ്ട്. വൈഫൈ കയറ്റി പൈസ കൊടുത്തു. ഇതിലാ ഐസ്ക്രീം കൊടുത്തേ ഗൂഗിൾ പേ. ആ ഐസ്ക്രീമിന് പൈസ കൊടുത്താൽ മതി. ഗൾഫേരെ മുന്നിലാ നടക്കണ്ടേ. ഞങ്ങളെ ബോസ് ഉണ്ട്. ബോസ് പായാണ്. ഫുള്ള് സെൽഫിയാണ്. നിക്കടാ അവിടെ. നല്ല ഏരിയ കേട്ടോ. സംഗതി വെച്ചാൽ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ വന്നിട്ട് സംഗതി ഇരിക്ക. നല്ല ഏരിയ കേട്ടാ. ഐസ്ക്രീം നേടാ. ഇത് വെള്ളച്ചാട്ടം വേണോ? ഇത് ഞങ്ങൾ എന്താ വെള്ളച്ചാട്ടം പൊട്ടാൻ. അയ്യവാ ഇതെല്ലാം കായ് പോലാക്കടി. എത്താച്ച് പറ നല്ല അടിപൊളി കേട്ടാ. 50 രൂപ കൊടുത്താൽ എന്താ? പക്ഷെ കളി നടക്കൂല. CCTV ഉണ്ട്, ക്യാമറ അല്ല കൊല്ലും. ഇത് നോക്കിയാണ് മക്കളെ, നല്ല വൈബുള്ള ഏരിയയാണ്. വല്ലാത്ത ജാതി വൈബ്. കാണാനും മനസ്സമാധാന ഫാമിലിയെ കൂട്ടിയൊക്കെ പോകുന്നോളി. നല്ല ഏരിയയാണ്. കുറച്ച് ഞങ്ങൾ ഇടങ്ങാറായിട്ടാ. എൻ്റെ ചങ്ക പറഞ്ഞു ആകാശത്തിൻ്റെ മേലുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ മേലൻ്റെ മുകളിൽ മൊത്തം ഞങ്ങൾ കയറ്റി തിരിച്ച് പിന്നെ അങ്ങോട്ട് പോന്നു. ഇത് പോയതിന് ശേഷം പിന്നെ ഇറങ്ങിയതിന് ശേഷം നമ്മളാ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടാണ്. നല്ല ഏരിയയാണ്. നല്ല ഏരിയ എന്ന് വെച്ചാൽ കാണാനെല്ലാം ഇതുണ്ട്. പിന്നെ ഒരു ചെറിയ മഴ ഉണ്ട്. നല്ലൊരു അടിപൊളി സ്പോട്ടാട്ടാ. പിള്ളേരായിട്ട് ഇവിടെ പോരി. ഇവിടെ കോമ്പൗണ്ട് കെട്ടിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാളാണ്. പിന്നെ അപ്പുറത്തേക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂല. നല്ല ഏരിയ. മഴ പെയ്തിട്ടാ, മഴ പെയ്തു. നല്ല മഴ പെയ്യുണ്ട്. പാഞ്ഞോ പാഞ്ഞോ. കക്കാടം പോയ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ സംഗതി കണ്ടത്. എയർപോർട്ടിൻ്റെ താഴെ ഭാഗം അതാ പ്ലെയിന് വരുന്നു മക്കളെ. പ്ലെയിന് വരുന്നുണ്ട് കേട്ടാ. അതെ വരുന്ന സാധനം മുതല വരുന്നു. അതെ വരുന്നു. യാ ഹബീബി, വെൽക്കം വെൽക്കം ടു കേരള. ആ ഇത് തലന്റെ മേൽക്കൂടാ. അതാ പോണു മക്കളെ. വല്ലാത്ത ജാതി.